തമ്പി അവറ്റ കാരണം ഇന്ന് ബാക്കി ചുമ്മാ. ഹലോ അണ്ണാ, ഈ സെസാറായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ എല്ലാരും കണ്ടോന്ന് പറഞ്ഞോടാ, ഞാൻ കാണിച്ചു തരാം. എന്താവശ്യം ഉണ്ടായിരുന്നല്ലേ? ഇതാണ് കേസ് അവിടെ നടന്നത്. കേറണ്ട നല്ല കാര്യം അതാണ്. എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടാവുമല്ലോ. അതെണ്ണ പോയിട്ട് ഞാൻ അറബി കയറിക്കോട്ടെ അണ്ണാ. തോട് പറഞ്ഞു പോലെ ഇങ്ങനെ അണ്ണ പറഞ്ഞത്, നിങ്ങൾ കേട്ടത് അറിഞ്ഞൂടാ. പെട്ടെന്ന് അണ്ണ പറഞ്ഞത് പബ്ജി കളിക്കുന്നതിന്റെ ഇടയിലായിട്ട്, മോനെ കണ്ണാ നീ കേറിക്കോ, ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. മാമൻ ആരുടെടുത്തും പറഞ്ഞില്ല, മാമൻ ഗ്യാങ്ങിൽ ഇല്ലാത്ത കാര്യം. ഇത് ഞാൻ വീസിച്ചപ്പോഴാണ് വേറൊരു സത്യം അറിയുന്നത്. അവൻ ഗ്യാങ്ങിലും ഇല്ല, ഗ്യാങ്ങിന്റെ ലിസ്റ്റിലും ഇല്ല. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇൻഗെയിമുള്ള ഗ്യാങ്ങിലും ഇല്ല, പുറത്തുള്ള ലിസ്റ്റിലും ഇല്ല. രണ്ടിലും ഇല്ല മാമനെ. ഇത് രണ്ടിലും ഇല്ല. ഞാൻ അവിടെ ചെന്ന് എന്തൊരു പറയാം കേസ്. SR-ആയിട്ട് സിറ്റുവേഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല കേസ്. അത് ടെമ്പററി സസ്പെൻഷൻ റിവോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സിറ്റുവേഷൻ ഹോൾഡ് പോയി കാണും, അല്ലെങ്കിൽ കൂൾ ഡൗൺ അങ്ങനെ എന്തെങ്കിലും പോയി കാണും. ഒന്നി കൂൾ ഡൗൺ അല്ലെങ്കിൽ ഹോൾഡ്, അല്ലെങ്കിൽ സിറ്റുവേഷൻ മിക്കവാറും എൻഡ് ആയി കാണും. തമ്പി അറപ്പുണ്ട്. തമ്പി അവറ്റ കാരണം ഇന്ന് ബാക്കി ചുമ്മാ. എന്തൊക്കെയാണിത്? കുഴപ്പമില്ല. നമ്മളില്ലേ കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ വാസണ്ണ ഇല്ലാത്തപ്പോഴത്തേക്ക് നമ്മൾ പോയി അവിടെ പോയി സംസാരിച്ച്, മനസ്സിലായോ? ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ പോയി റെഡിയാക്കി, മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പൊ വലിയ സീനൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങള് ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞാൻ എല്ലാം ഏറ്റ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ദ ഗ്രേറ്റ് ഗജേന്ദ്ര വള്ളി പ്ലീസ് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യോ. ഇതാണ് ഞാനും ബോബോയും മാമനും ഞങ്ങൾ മൂന്നുപേരും ഒന്നിക്കാത്തതിൻ്റെ ഒരു മെയിൻ പ്രശ്നം, മനസ്സിലായോ? സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ 2 വർഷം ഇതേപോലെ ഞങ്ങൾ ഒന്നിച്ച് പോയായിരുന്നേൽ എന്തൊക്കെ സിറ്റി നടന്നേനല്ലേ. അത് ഒന്നിക്കാത്തത് എന്തുകൊണ്ടും ബെസ്റ്റ്. എന്തുകൊണ്ടും ബെസ്റ്റ്. ആടാ ഹലോ, എന്തെടുക്കാ നിങ്ങള്? എടാ പിന്നെ മറ്റേ സസ്പെൻസ് ഒക്കെ റിവോക്ക് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി സംസാരിച്ച അറിയാലോ. സംസാരിച്ച് കാല് പിടിച്ചെന്ന് പറ. അല്ലാതെ കാല് പിടിച്ച് അല്ലാതെ പറയാ. ഞാൻ വീസി ചെന്ന് എന്റെ ഉള്ള തോക്കെടുത്ത് ഞാൻ മേച്ച വെച്ച് വീസി ചെന്ന് മാറ്റടാ ബാനെന്ന് പറഞ്ഞു. ഇറങ്ങടാ വീസി അപ്പൊ തന്നെ പറഞ്ഞാണോ? ശരി. ഹലോ അണ്ണാ. ഹലോ വാസണല്ലേ എവിടെ? Coffee. അയ്യോ Yes, free registration, guys. Road to 70. വിനയം കണ്ട് അത് പോരെ. ആ വിനയം പോരെ, അതാ വെച്ച് സെൻഡ് ചെയ്തൊക്കെ ആയിരിക്കല്ലേ. ലൂസിഫറോ താങ്ക്സ് ഫോർ 10 രൂപ സൂപ്പർ ചാറ്റ്. ഫീനിക്സറോ താങ്ക്സ് ഫോർ 10 രൂപ സൂപ്പർ ചാറ്റ്. ഇത് കണ്ട അവരിപ്പോ ബാൻ പിന്നെ ഇടും. സത്യം അവിടെ പോയി കരഞ്ഞ് കണ്ടുപിടിച്ചിട്ടാണ് കേട്ടാ. അവിടെ പോയി കരഞ്ഞ് കണ്ടുപിടിച്ചാണ് ബാൻ മാറ്റിയത്. സത്യം പറഞ്ഞ അവിടെ പോയി എന്നെ നേരെ മാസ്റ്ററിന്റെ ഓഫ്ലൈനിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് വിളിച്ചെന്നെ വെച്ച് വിളിച്ച് ഞാൻ പറഞ്ഞു ഇപ്പോഴേ വീസി പോവാന്ന് പറഞ്ഞു. അപ്പോഴേ ഇറങ്ങി. ഞാൻ പറഞ്ഞിട്ട് മേളുണ്ട 2 ഇരിപ്പുണ്ടാണ്, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞ അണ്ണൻ അങ്ങോട്ട് പോകാൻ പ്ലാനിലായിരുന്നു. ഞാൻ അണ്ണനെ വലിച്ച് നേരെ മേളിലോട്ടൊക്കെ ഇട്ട് ചെന്നപ്പം മാമന്റെ ഇത് പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല ഗൈസ് ഒന്ന് മാമന്റെ പറച്ചില് വാസണ്ണ വെച്ചങ്ങ് കൊടുത്ത്. അതാണ് അണ്ണ വന്നോ കോച്ച്? അണ്ണ വന്നോ? വന്നിട്ടില്ല. എടാ അണ്ണ വരുവാണ്. നീല മേളിലോട്ട് നിന്ന് പറയണ. എടാ ഞാനേടാ അണ്ണന്റെ അവിടെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്റെ ലൈവില് അണ്ണ പാവം കണ്ണൻ എന്ന് സ്പാം ചെയ്യണം കേട്ടോ. ഇപ്പഴേ സ്പാം ചെയ്യില്ലേ. ഞാൻ അണ്ണൻ സംസാരിച്ച അണ്ണൻ
എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് കണ്ണ അണ്ണ പാവം കണ്ണൻ അണ്ണ പോട്ടണ്ണ വിടണ്ണ ആർക്കാ മിസ്റ്റേക്ക് പറ്റാത്ത എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? ഒരുമാതിരി എന്നെ നിങ്ങളങ്ങ് പാവത്താനാക്കിക്കോ, മനസ്സിലായ? ഏറ്റില്ല അത് ഇട്ടില്ലേ? ഓക്കെ സെറ്റ്. SR ആയിട്ട് എപ്പോഴാ സിറ്റുവേഷൻ? SR ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടോന്ന് പറഞ്ഞോടെ, ഞാൻ കാണിച്ചു തരാം. ഇത് പോക്കൃത്തനോന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെ സിറ്റുവേഷനേ കേസ് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ എടുത്ത് എന്തിനാണ് പയ്യന്റെ അമ്മമാരുടെ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ ചെന്ന് മാസൊക്കെ പാവം കണ്ട് ഇപ്പൊ സ്പാം ചെയ്യില്ല, അണ്ണം വരട്ടെ. വാസന കാണാം കേസ്. ഇതൊക്കെ പഞ്ചവരാതെ ഊമ്പിത്തരമല്ലേ കേസ്? നമ്മൾ മൂഞ്ചിത്തരമാണെങ്കിൽ മൂഞ്ചിത്തരം എന്ന് പറയാം കേസ്. നമ്മളിങ്ങനെ ഇതൊക്കെ എന്താ പറയാ എനിക്ക് വിഷമായ ഒരു കാര്യം. അല്ല നമുക്കൊരു വീഡിയോ ഒക്കെ വലിച്ചിവിടെ നിക്കാം. അമ്മ വരട്ടെ, സംസാരിച്ചിട്ട് വിചാരം ഈ കുണ്ണ ആരെന്ന വിചാരം എന്ത് വേണം? ഹലോ അവന്മാര് വരുമ്പോ ഞാൻ അവന്മാരുടെ പക്ഷത്താ ആദ്യമേ പറഞ്ഞു. എന്റെ കഷ്ടത്തിനിടയിൽ കൂടെ പോയത്. ഇതിന് മൂഞ്ചിത്തരം നോക്കണേ. എടാ ഇവിടുത്തെ റൂൾ അനുസരിച്ച് നിന്റെ സൗണ്ട് കുറവ്, എന്റെ സൗണ്ട് എന്താ കുറവ്? അത് കുറവ് വരാൻ ചാൻസ് കുറവാണല്ലോ. കുറവ് 59ഓളം ആയിരുന്നല്ലേ. സസ്പെൻഷൻ മാറി. ഇതായിരുന്നു സിറ്റുവേഷൻ. അമ്മമാര് വന്നു. ഹലോ കേക്കാവോ? ഹലോ പറഞ്ഞോളൂ. എന്താണ് പ്രശ്നം? എന്താണ്? ഞാൻ അമ്മാരുടെ പ്രശ്നത്തിൽ കയറി, അമ്മാരുടെ കൂട്ടത്തിൽ കയറിട്ട് പറഞ്ഞ പ്രശ്നം എന്താണ്? എന്ത് ആവശ്യം ഉണ്ടായിരുന്നല്ലേ? നേരത്തെ വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് നിങ്ങളെ കൂടെ ഉള്ള ബ്ലാക്ക് ഷർട്ട് ഇട്ട ഒരു ബ്ലാക്ക്, എനിക്ക് തോന്നുന്നു നേരത്തെ ബ്രോ ഉണ്ടായിരുന്നു എന്റെ അവിടെ സംസാരിച്ചപ്പം TDMന്റെ അവിടെ വെച്ച്. ഈ പുള്ളിയാണ് ഇതുണ്ട്, ബ്രോ ഉണ്ടായിരുന്നു. പിന്നെ ഇട്ടില്ല, അതാണ് അതിനാണ് വന്നത്. അതറിയാതെന്ന് പറഞ്ഞു. ഇത് കണ്ടിരുന്ന എനിക്ക് റേഞ്ച് കേറി. പച്ച ശുദ്ധ പോക്കൃത്തരാണ് ഞാനിപ്പോ കാണിക്കുന്നത്. അപ്പൊ നിന്റെ കൂടെ ഉള്ള ഒരുത്തുണ്ടല്ലോ കഴപ്പിടിച്ചവൻ. അയ്യോ ഞാൻ എപ്പോഴും ഓടി അടുത്ത ജംഗ്ഷൻ പോയി. എപ്പോഴും ഓടി അടുത്ത ജംഗ്ഷൻ. അയ്യോ സ്വന്തം ഇതാണ് അവിടെ നടന്നത്. എന്തൊക്കെയാ എന്റെ ഇത്? ഇതാണ് അവിടെ നടന്ന സിറ്റുവേഷൻ. തമ്പി എന്ന ക്യാരക്ടറിന് പകരം വേറൊരു ക്യാരക്ടറല്ല. ഇനി ആ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാലേ അണ്ണം വന്നാണത്. VA policy only ranked accounts verified. വന്നടാ ഉനക്ക് അണ്ണനോട് അണ്ണൻ വന്ന ഉടനെ തൂക്കി വിടും. ഓക്കെ, ഫസ്റ്റ് കോള് എന്നാச்சு கண்ணாப்பி ரொம்ப ഭയങ്കര വിഷമത്തി ഭയങ്കര വെച്ചിന് അറിയാലോ വെച്ച വല്ലപ്പോഴൊക്കെ RPയിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് ഇച്ചിരി വിഷമായി വെച്ച വിഷമത്തി ഇരിക്കുക. വിഷമാണോ അതോ
എല്ലാം മുടിഞ്ഞല്ല കണ്ണാപ്പി. കുറവ് ആ ഗോകുവിന്റെ ആയിരുന്നല്ലേ? ഓ, കുറച്ച് നീ നിന്റെ രണ്ട് voice ഭയങ്കര കുറവാടാ. എന്താ ചോദിക്കാൻ എന്റെയോ? വിട്ടുപോയി. അയ്യോ, ആ. ഞാൻ താളം വിടാൻ വേണ്ടി കുറച്ചിട്ടാ. കൂട്ടിയിട്ടോ. കൂട്ടല്ലേ 100 ഇട്ടത്. ഇല്ലല്ല എടാ നിന്റെ വോയിസ് നോർമലി കിടക്കുന്നതുകൊണ്ട് ഞാൻ 20 എന്താണ് ഇട്ടിരുന്നത്. ആണല്ലേ? ആ എന്നെ നീ മാറ്റില്ലേ? അല്ലേ? മുച്ചിയുടെ സൗണ്ട് ബോക്സ് ഇതൊക്കെ പൊക്കിയിട്ട്. ഇത്രല്ലാണ് പിള്ളേരെല്ലാം. ഓ, മുച്ചിരിയാണ് ഞാൻ 10 വെച്ചേക്കുന്നത്. ഐ DM'd you. ഓക്കെ 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 ഓക്കെ. നീകൻ ലൈവ് ഉണ്ടോ? നിങ്ങൾ അവരൊക്കെ ലൈവ് ഇടുമെന്ന് തോന്നുന്നുണ്ടോ? ഹരി അല്ല നീകണേ എടാ നീ മനസ്സിൽ സസ്പെൻഷൻ ലിഫ്റ്റ് ആയോ? സസ്പെൻഷൻ ഞാൻ പറഞ്ഞ ഞാൻ അവിടെ പോയി ഒത്തിരി സംസാരിച്ചു. ബ്രോ ഹൈ പറയുന്നു കൊച്ചു. നിങ്ങൾക്കറിയാലോ ഗ്യാങ്ങിന് വേണ്ടി എന്തോ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് എനിക്ക്. അപ്പൊ ഞാൻ അവിടെ പോയി സംസാരിച്ചു സോൾവ് ചെയ്താണ്. അല്ല വേറൊന്നുമില്ല, സാധനം സംസാരിച്ച് സോൾവ് ചെയ്യാണ്. നീ സോൾവ് പണിയാടാ കണ്ണാപ്പി? ഓ ഞാൻ സോൾവ് പണി വെച്ചു. കോച്ചിന് എന്തിനു വിചാരിച്ചു? ഈ വലിയ കുറച്ച് എടുക്കുന്ന വിചാരിച്ച് കുറച്ച് നോക്കരുത്. കോച്ച് സംഭവം ഞാൻ സോൾവ് ചെയ്യാൻ കേറിയതാ കോച്ച്. ആ പക്ഷെ കയ്യിൽ നിന്ന് ടെമ്പർ കയറി, കയ്യിൽ നിന്ന് കുഴപ്പമില്ല കോച്ച്, കുഴപ്പമില്ല. പതപ്പിച്ചത് കോച്ച് മല്ലു ബ്രോട്ട് DK ബ്രോന് ഒരേ കംപ്ലീറ്റ് പീസ് വിഫറ് എല്ലായിടത്തും കിണ്ടുവേ, ഉമ്മാരെ കിണ്ടുവേ. ഒരെണ്ണം മതി, 50 വേണ്ട. സൈലോസ് ഗെയിമിങ് അടുത്ത നിന്നെ കാണാം. ഇനി വരുവാണെ കിണ്ടുവേ. ഇവനെ കിണ്ടി മേലെ പോട്ടുള്ള അണ്ണനൊന്ന് വന്നായിരുന്നു 2 സെന്റ് അടിച്ചിട്ട് ആർപ്പിക്കാറായിരുന്നു. ഇനി അണ്ണ ആർപ്പി കേറാൻ പറയാൻ ഞാൻ കേറത്തില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മാമൻ സോളാക്കി. മാമൻ കോപ്പാക്കി. മാമ അവിടെ പുറത്ത് ചായ കുടിക്കാൻ എന്തോ ഇറങ്ങിയേക്കുന്നു. അയ്യോ കണ്ണാ ബോബോയി സിറ്റി വരുമോ? എടാ അവൻ ഒന്ന് സിറ്റി വന്നതിന്റെ ക്ഷീണം ഇതുവരെ എനിക്ക് തീർന്നിട്ടില്ല, മനസ്സിലായോ? ഇതിപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനല്ലേ ഈ വള്ളി എടുത്തത്. ഇതല്ലേ ഇപ്പൊ വന്നേക്കുന്നത് എന്റെ തലയിലാ. എന്നാ ട്രിഗർ സാറേ കയറി നല്ല കാര്യം ബ്രോ കയറട്ടെ. ഇതാണ് നിങ്ങൾ പറഞ്ഞല്ലേ, അവനും ഞാനും മാമനും ബോബും 4 പേരോട് ഒരുമിക്കുവാണെങ്കിൽ പോയി. പിന്നെ സെർവറേ ഇല്ല. ഹലോ അണ്ണനല്ലോ, അണ്ണൻ വന്നോ? ഫുഡൊക്കെ കഴിച്ചോണ്ണ? കഴിച്ചോ. വിഷമയാണ്, RP-യിലൊന്നും കയറാൻ തോന്നില്ല. കേറണ്ട നല്ല കാര്യം അതാണ്. എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടാവുമല്ലോ. അറിയാലോ ഇളം പ്രായമല്ലേ അബദ്ധം പറ്റിപ്പോയതാ. കുണ്ണേ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ നിന്നാ ഞാൻ ട്രിഗർ ആവും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല. ഇത്ര നാളെ ടെക്സ്ലാൻഡിൽ കളിച്ചിട്ട് നിനക്ക് ഗ്യാങ് ഹൗസിൽ പോയി മുഞ്ചെല്ലാം അറിഞ്ഞൂടല്ലേ? അണ്ണാ ഇടയ്ക്ക് ഗ്യാപ്പ് എടുത്തപ്പോഴാണ് മറന്നുപോയായിരിക്കും. സോറി, അത് ഇളം പ്രായമല്ലേ അണ്ണാ. ഈ പ്രായത്തിൽ നമ്മള് പിച്ച വെച്ച് വരുന്നല്ലേ ഉള്ളു അണ്ണാ. ഇളം പ്രായത്തിൽ കഴ കുറച്ച് കൂടുതലാ. ഇളം പ്രായത്തിലെ ഇച്ചിരി കഴ ഭയങ്കര കൂടുതലാ. ആർക്കാണ് അബദ്ധമൊക്കെ പറ്റാത്തണ്ണാ? ഒരു അനിയനെന്നുള്ള രീതിയിലാണ് ക്ഷമിക്കൂല്ലേ അണ്ണാ? സ്പാം ചെയ്യല്ലേ സ്പാം ചെയ്യല്ലേ? சாட்டை இப்படி ஸ்பாம் செய்யாத ப்ளீஸ். அவன் நல்லவன், கல்லன்னா சொல்லாத. 14, 15, 16, 17, 18, 19 പേര്. കൊച്ചിനെ ഞാൻ താഴെ ഇറങ്ങാം. നമ്മുടെ ബിൽഡിംഗ് മൊത്തം ഒക്കുപ്പേഡ് ആയി. എന്തായാലും സോളോ ഇങ്ങോട്ട് ഇറങ്ങ. പോയിട്ട് ഞാൻ അറബി കയറിക്കോട്ടെ അണ്ണാ. ഇവിടെ
നമ്മള് ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അണ്ണൻ സ്നേഹത്തോട് പറഞ്ഞത് പോലെ ഇങ്ങനെ അണ്ണൻ പറഞ്ഞത് നിങ്ങൾ കേട്ടത് അറിഞ്ഞൂടാ പെട്ടെന്ന് അണ്ണൻ പറഞ്ഞത് പബ്ജി കളിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് മോനെ കണ്ണാ നീ കയറിക്കോ ഇങ്ങനെ പറഞ്ഞത് ആ സ്പീഡിൽ കേട്ടപ്പം നിങ്ങൾ ഇങ്ങനെ നോക്കണം ആ കയറിക്കോ ഇങ്ങനെ കേട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നി ഇത് ശരിക്കും അങ്ങനല്ല ആണ് സ്ലോ മോഷന് മോനെ കണ്ണാ നീ കയറിക്കോ കയറി വള്ളിയും കൂടെ പിടിക്കാൻ പറഞ്ഞായിരുന്നു ഇടയ്ക്ക് അത് നിങ്ങൾ കേട്ടാണല്ല